എല്ലാവർക്കും നമസ്കാരം. ട്രാവൽ ആൻഡ് ആർട്ടിൻ്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നാഗാലാൻഡ് സീരീസിൻ്റെ 3ാമത്തെ വീഡിയോ ആണ്. ഞങ്ങളിപ്പോൾ എത്തിയിരിക്കുന്നത് നാഗാലാൻഡിലെ ദിമാപൂരിൽ നിന്ന് ആസാമിലെ ഗവഹാട്ടിയിലേക്ക് ട്രെയിനിലാണ്. അപ്പോൾ രാത്രി മൊത്തം ട്രെയിനിൽ യാത്ര ചെയ്തിട്ട് രാവിലെ ഞങ്ങൾ എത്തിയിരിക്കുന്നത് ആസാമിലെ ഗവഹാട്ടിയിലാണ്. ഞങ്ങളങ്ങനെ ഗവഹാട്ടിയിലെത്തിയിട്ട് 2 റിട്ടയറിംഗ് റൂം റെയിൽവേയുടെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് വെച്ചാൽ ആവശ്യമില്ല. കാര്യം ഞങ്ങൾക്കൊരു 4-5 മണിക്കൂർ തന്നെ കഷ്ടിച്ചില്ല, ഒരു 3-4 മണിക്കൂറേ ഞങ്ങളിവിടെ ആസാമിലുള്ളൂ. അപ്പോൾ അത്രയും ടൈം റെസ്റ്റ് എടുക്കാമെന്ന് വെച്ച് ബുക്ക് ചെയ്താണ്. പക്ഷേ അപ്പോഴത്തേക്കും നേരമൊക്കെ വെളുത്തു. അപ്പോൾ ഇനി ഇവിടെ റെസ്റ്റ് ഒന്നും എടുക്കുന്നില്ല, ഈ മുറിയിൽ കിടക്കുന്നൊന്നുമില്ല. സാധനങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ട് നമ്മൾ നേരെ പോകുന്നത് ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന ആസാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭഗവതി ക്ഷേത്രവും ഹൈന്ദവ തീർത്ഥാടന കേന്ദ്രവുമായ കാമാഖ്യ ടെമ്പിൾ കാണാൻ വേണ്ടിയാണ്. ആസാമിലെ പ്രധാന നഗരമായ ഗുവാഹട്ടിയിലെ പടിഞ്ഞാറൻ മേഖലയിൽ നിലാചൽ കുന്നിൻ്റെ മുകളിലാണ് ഈ ക്ഷേത്ര മന്ദിരം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നേരെ നമുക്ക് അങ്ങോട്ട് പോവാം. റെയിൽവേയുടെ റിട്ടയറിംഗ് റൂം എന്ന് പറയുമ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷൻ്റെ അകത്തുകൂടി വേണം പോകാൻ വേണ്ടി. അപ്പോൾ റെയിൽവേ സ്റ്റേഷൻ്റെ അകത്ത് തന്നെയാണ് കേട്ടോ ഈ റെയിൽവേയുടെ റിട്ടയറിംഗ് റൂം. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഭക്ഷണം കഴിക്കണം. പുറത്തൊന്നും ഭക്ഷണം കിട്ടാനില്ല, കാരണം ആസാമിലെ ഒരു ഫേമസ് ആയിട്ടുള്ളൊരു ഗായകൻ മരണപ്പെടുകയുണ്ടായി. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള സ്ട്രൈക്ക് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് കേട്ടോ ഗുവാഹട്ടി റെയിൽവേ സ്റ്റേഷൻ. ആസാമിലെ നഗരത്തിലെ ഹൃദയഭാഗത്താണ് ഈ ഗുവാഹട്ടി റെയിൽവേ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന റെയിൽവേ സ്റ്റേഷനാണ് ഈ ഗുവാഹട്ടി റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ കൊച്ചി എയർപോർട്ട് അങ്ങനെയാണ്, പൂർണ്ണമായും സൗരോർജ്ജത്തിലാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ നമ്മൾ മാത്രമേ ഉള്ളൂ മുണ്ടെടുത്ത് ഇവിടെ വന്നേക്കുന്നത്. അപ്പോൾ മസാല ദോശ കഴിക്കട്ടെ, അത് മാത്രമേ ഇപ്പോൾ കിട്ടാനുള്ളൂ. അത് കഴിഞ്ഞ് നമുക്ക് നേരെ പോവാം. നമ്മളിങ്ങനെ മുണ്ടുടുത്തതിലേ നടക്കുന്നതുകൊണ്ട് നാട്ടുകാർ മൊത്തം നമ്മളെ നോക്കുവാണ്ടോ. സാധാരണ ഇവിടെ ആരും മുണ്ടൊന്നും അങ്ങനെ എടുക്കാറില്ല. ഇതാണ് കേട്ടോ ഫസ്റ്റ് എപ്പിസോഡിൽ നമ്മൾ കണ്ട നോർത്ത് ഈസ്റ്റ് ക്യൂൻ റെയിൽവേ. ഇത് നമ്മളന്ന് രാത്രിയിലാണ് കണ്ടത്. ഇപ്പോൾ പകലത്തെ ഒരു വിഷ്വലാണ്. രാവിലെ ദേവസ് സാറ് അമ്പലത്തിൽ കൊണ്ടുപോകാൻ വേണ്ടി കാറെടുത്ത് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോൾ അദ്ദേഹത്തെ വെയിറ്റ് ചെയ്ത് ഇവിടെ നിൽക്കുവാണ്. നമ്മളിന്ന് കുറച്ച് സമയമേ ഗുവാഹട്ടിയിലുള്ളൂ കേട്ടോ. ഏകദേശം ഒരു 3-4 മണിക്കൂർ അത്രയേ ഉള്ളൂ ഗുവാഹട്ടിയിൽ. അപ്പോൾ അതിനുള്ളിൽ നമുക്ക് ഈ കാമാഖ്യ ടെമ്പിൾ കാണണം, പിന്നെ അതുപോലെ തന്നെ ഒരു ബ്രഹ്മപുത്ര റിവർ ക്രോസിങ് കാണണം. കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്, എല്ലാം കൂടി പെട്ടെന്ന് കണ്ട് തീർക്കണം. കയ്യിലാണെങ്കിൽ ഒരു 3-4 മണിക്കൂറേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ദേവസാർ നമ്മളെ നേരെ എയർപോർട്ടിലാക്കും. അവിടെ നിന്ന് 4 മണിക്കാണ് ഫ്ലൈറ്റ്. അപ്പോൾ മാക്സിമം കാണാവുന്നതൊക്കെ പെട്ടെന്ന് തന്നെ കണ്ടു തീർക്കണം. അപ്പോൾ അതാണ് പ്ലാൻ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്നിവിടെ ഹർത്താലാണ് കേട്ടോ. ഫസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞാണ് അന്ന് ഹർത്താലായിരുന്നു. ഏകദേശം ഒരു 3-4 ദിവസമായി ഇവിടെ ഹർത്താൽ തുടങ്ങിയിട്ട്. ഇവിടുത്തെ ഫേമസ് ആയ ഒരു ഗായകൻ സിംഗപ്പൂർ വെച്ച് മരണപ്പെടുകയുണ്ടായി. അപ്പോൾ അതിൻ്റെ ആദരക സൂചകമായിട്ട് ഒരു മൊത്തം ഹർത്താലാണ്. കടകളൊക്കെ അടപ്പിച്ച് ഒരു ഫുഡിൻ്റെ ഒരു ഹോട്ടൽ പോലും തുറക്കാനൊരു സമ്മതിക്കുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ ഫുഡ് കഴിച്ചത്. മുഖ്യമന്ത്രിയൊക്കെ ഇടപെട്ട് അതിനൊരു സൊല്യൂഷൻ കാണാൻ വേണ്ടി ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്, പ്രശ്നമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇന്നാണ് അതിൻ്റെ അയാളുടെ ഫ്യൂണറലെന്ന് തോന്നുന്നു. അപ്പോൾ അത് ആയിട്ട് ഈ ഭാഗത്തൊന്നും അധികം ആൾക്കാരില്ല, എല്ലാവരും ആ ഫ്യൂണറലിന് പോയേക്കുവാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് കാര്യമായിട്ട് തിരക്കുണ്ടാവില്ല കാമാഖ്യ ടെമ്പിളിൽ എന്ന് നമുക്ക് വിശ്വസിക്കാം. കുറേ നാളായിട്ട് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ, എന്തെങ്കിലും ആസാമിൽ വരുവാണെങ്കിൽ ഈ കാമാഖ്യ ടെമ്പിളിൽ വരണമെന്ന്. അത് ഇത്രയും പെട്ടെന്ന് സാധിക്കുമെന്ന് വിചാരിച്ചില്ല. നമ്മൾ നാഗാലാൻഡിൽ വന്നുകൊണ്ടാണ് തൊട്ടടുത്തുള്ള ആസാമിൽ വന്ന് ഈ അമ്പലത്തിൽ വരാൻ കഴിഞ്ഞത്. അതിന് നമ്മളെ സഹായിച്ചത് ദേവി സാറുണ്ട്, അജിത് സാറുണ്ട്, അങ്ങനെ കുറേ പേരുണ്ട്. അപ്പോൾ ഇവരുടെയൊക്കെ ഒരു ഹെൽപ്പ് കൊണ്ടാണ് നമുക്കിത് ഇത്രയും പെട്ടെന്ന് നമുക്ക് കാണാൻ കഴിഞ്ഞത് തന്നെ. അതുമാത്രമല്ല, മോഹൻലാലിൻ്റെ ഒരു ലേഖനത്തിൽ ഞാൻ ഈ അമ്പലത്തെക്കുറിച്ച് വായിച്ചിട്ടുണ്ട്. ഭയങ്കര രസകരമാണത്. അപ്പോൾ എന്തായാലും ഇതുവരെ വന്നതാണല്ലോ, അപ്പോൾ എന്തായാലും ഇപ്രാവശ്യം ഇത് കണ്ടു കളയാം എന്ന് തന്നെ വിചാരിച്ചു. ഇനി ക്ഷേത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആസാമിലെ ഗുവാഹട്ടി നഗരത്തിലെ നിലാചൽ കുന്നിൻ മുകളിലാണ് ഈ കാമാഖ്യ ദേവി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും ആദരണീയവും നിഗൂഢവുമായ തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നാണ് ഈ ക്ഷേത്രം. സാധാരണ ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കാമാഖ്യയെ ശക്തിപീഠമായിട്ടാണ് ഇവർ ആരാധിക്കുന്നത്. ഞങ്ങളങ്ങനെ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും മുകളിലെത്തിയിട്ടോ. അപ്പോൾ ഇവിടെ വണ്ടി പാർക്ക് ചെയ്യണം. പാർക്ക് ചെയ്യാൻ വേണ്ടി സ്ഥലമില്ല, ബാക്ക് ടു ബാക്കാണ് എല്ലാവരും പാർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വണ്ടിയുടെ കീ കൊടുത്താൽ മതി, അവർ തന്നെ പാർക്ക് ചെയ്തോളും. തിരിച്ചു വരുമ്പോൾ നമുക്ക് വണ്ടി ഇവിടെ നിന്ന് എടുക്കാം. അപ്പോൾ ഞങ്ങളങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി നടക്കുവാണ്. ഒരു പ്രത്യേക പോസിറ്റീവ് എനർജിയാണ് കേട്ടോ നമ്മളിതിലൂടെ നടന്നു വരുമ്പോൾ. ഞാൻ പറഞ്ഞു വന്നത്, കാമാഖ്യയെ ശക്തിപീഠമായിട്ടാണ് ഇവർ ആരാധിക്കുന്നത്. ദേവിയുടെ പ്രത്യുൽപാദന അവയവത്തെ വസിക്കുന്ന ഒരു പുണ്യ സ്ഥലമായിട്ടാണ് ഇവരിതിനെ കാണുന്നത്. ഇത് ഫലഭൂഷ്ഠിതയെയും പ്രാഥമിക സ്ത്രീ ശക്തിയെയും പ്രതീകപ്പെടുത്തുന്നു. കാമാഖ്യ ദേവിയുടെ വാർഷിക ആർത്തവ ചക്രത്തെ ആദരിക്കുന്നതിനായി നടക്കുന്ന ഉത്സവമാണ് അംബുബാജി മേള. ഈ അംബുബാജി മേളയിൽ അനുഗ്രഹം തേടാൻ വേണ്ടി ആയിരക്കണക്കിന് ഭക്തരാണ് എല്ലാ വർഷവും ഒത്തുകൂടുന്നത്. ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള നിഗൂഢതകൾ, ആചാരങ്ങൾ, ഒരു പ്രത്യേക അന്തരീക്ഷം എന്നിവ ഭക്തർക്കും
അതുപോലെ ടൂറിസ്റ്റുകൾക്കും ഒരുപോലെ ആകർഷകമായ സ്ഥലമാക്കി ഇവിടത്തെ മാറ്റുന്നു. നമ്മളിങ്ങനെ പടവുകൾ കയറിക്കൊണ്ടിരിക്കുകയാണ്, നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ക്ഷേത്രത്തെ ചുറ്റിപ്പറ്റി ഒരു കഥയുണ്ട്. ആ കഥ എന്താണെന്ന് വെച്ചാൽ, ശിവൻ്റെ മുന്നറിയിപ്പ് വകവയ്ക്കാതെ ശിവൻ്റെ ഭാര്യയായ സതി തൻ്റെ പിതാവ് നടത്തിയ യജ്ഞത്തിൽ പങ്കെടുത്തപ്പോൾ ശിവനെ അനാദരിച്ചുകൊണ്ടുള്ള അവളുടെ പിതാവിൻ്റെ പരുഷമായ വാക്കുകൾ അവളെ കഠാരകൾ പോലെ കുത്തി. അതിൽ മനം നൊന്ത സതി ആ യാഗാഗ്നിയിലേക്ക് എടുത്ത് ചാടി. തൻ്റെ പ്രിയതമയുടെ സ്വയം തീയിൽ അവശേഷിച്ചതെല്ലാം വഹിച്ചുകൊണ്ട് ശിവൻ ദുഃഖത്തോടെ പ്രപഞ്ചത്തിൽ ചുറ്റി നടന്ന് രുദ്രതാണ്ഡവം നടത്തി. പ്രപഞ്ചത്തിൻ്റെ സന്തുലിതാവസ്ഥയിലെ ഈ അസന്തുലിതാവസ്ഥ ഭയന്ന് ഭഗവാൻ വിഷ്ണു സതിയുടെ ശരീരം ഛിന്ന ഭിന്നമാക്കി. അവളുടെ അവശിഷ്ടങ്ങൾ വീണ ആ സ്ഥലങ്ങൾ ശക്തിപീഠങ്ങൾ എന്ന് പിന്നീട് അറിയപ്പെട്ടു. അങ്ങനെ ദേവിയുടെ യോനീഭാഗം വീണ സ്ഥലമാണ് ഈ കാമാഖ്യ ക്ഷേത്രം. നീലാചല ശൈലിയിലാണ് പ്രധാന ക്ഷേത്ര സമുച്ചയം നിർമ്മിച്ചിരിക്കുന്നത്. ഒരു തേനീച്ചക്കൂടിനോട് സാമ്യമുള്ള ഒരു താഴികക്കുടം നിരവധി സ്തൂപങ്ങൾ കൊണ്ട് കിരീടമണിയിച്ചിരിക്കുന്നു. ഇത് അതിനൊരു സവിശേഷ രൂപം തന്നെ നൽകുന്നു. മധ്യഭാഗത്തെ ശ്രീകോവിലിൽ യോനി അഥവാ സ്ത്രീ ജനനേന്ദ്രിയത്തോട് സാമ്യമുള്ള പ്രകൃതിദത്തമായ ഒരു ശിലാരൂപമുണ്ട്. ഇത് കാമാഖ്യാദേവിയുടെ സൃഷ്ടിപരവും ഫലഭൂഷ്ഠിതവുമായ ഊർജത്തെ പ്രതീകപ്പെടുത്തുന്നു. നമ്മളങ്ങനെ ക്ഷേത്രത്തിൻ്റെ പ്രധാന കവാടത്തിലേക്ക് കയറുമ്പോൾ തന്നെ ലോഹം കൊണ്ട് നിർമ്മിതമായ 2 സിംഹങ്ങളുടെ പ്രതിമകൾ അവിടെ വച്ചിട്ടുണ്ട്. അതിൻ്റെ വശങ്ങളിലൂടെയാണ് നമ്മളിപ്പോൾ ക്ഷേത്രത്തിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുന്നത്. അകത്ത് അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഈ അമ്പുബാജി ഉത്സവക്കാലത്ത് ക്ഷേത്രത്തിൻ്റെ ഉള്ളിലുള്ള യോനിയുടെ ആകൃതിയിലുള്ള കല്ലുകളുടെ മുകളിലൂടെ നിരന്തരം ഒരു ഉറവ ഒഴുകുന്നുണ്ട് കേട്ടോ. ആ ഉറവ ബ്രഹ്മപുത്ര നദിയുമായിട്ട് കണക്റ്റായിട്ട് ആണ് ഇരിക്കുന്നത്. ഇതൊരു സ്വാഭാവിക നീരുറവയാണ്. ഇത് 3 ദിവസത്തേക്ക് ആ ടൈമിൽ ചുവന്ന നിറമായിട്ട് മാറുന്നു. ഈ വർഷത്തിലെ ഈ 3 ദിവസങ്ങൾ ദേവിയുടെ രക്തം വാർന്നൊഴുകുന്നതാണ് എന്നാണ് പറയപ്പെടുന്നത്. നമ്മളങ്ങനെ അവിടെ ദീപമെല്ലാം വെച്ചിട്ട് അതിൻ്റെ വശങ്ങളിലൂടെ നടക്കുവാണ് അമ്പലത്തിനകത്തേക്ക്. അപ്പോൾ ഒരു ഗോശാല പോലത്തെ ഒരു സംഭവം നമുക്ക് കാണാം. സത്യം പറഞ്ഞത് ഗോശാലയല്ല കേട്ടോ. ഈ പോത്തുകളെല്ലാം ഇവർ കുരുതിക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുകയാണ്. ഇതറിഞ്ഞപ്പോൾ തന്നെ മനസ്സിന് വല്ലാതൊരു വിഷമമായി. ഇന്ത്യയിൽ മൃഗബലി നടക്കുന്ന അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണ് കേട്ടോ ഈ കാമാഖ്യ ക്ഷേത്രം. അപ്പം നമുക്കിത് കാണുമ്പോൾ തന്നെ നല്ല വിഷമമുണ്ട്. അപ്പോൾ ഇതാണ് ഈ ബലിപീഠം എന്ന് പറയുന്നത്. ഇവിടെ വെച്ചാണ് ഈ മൃഗങ്ങളെല്ലാം അറക്കുന്നത്. പോത്ത്, കോഴി, താറാവ്, ആട് അങ്ങനെ കുറേ ആളുകൾ വഴിപാടിനായി കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കിതിനെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നില്ല. എനിക്കിവിടെ ഒരു നെഗറ്റീവ് എനർജിയാണ് ഫീൽ ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ ഈ ഭാഗത്ത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ചടങ്ങുകൾ തുടങ്ങാൻ പോവാണ്. നമ്മളേതായാലും കാണുന്നില്ല. ഞാൻ ക്യാമറ ഇപ്പോൾ തന്നെ മാറ്റി. അതാണ് ക്യാമറ നിങ്ങൾ ഇങ്ങനെ കാണുന്നത്. നമ്മളവിടെ നിന്ന് പെട്ടെന്ന് തന്നെ വേറെ ഭാഗത്തേക്ക് പോവാണ്. നല്ല നെഗറ്റീവ് വൈബ് ഉണ്ട് ഇവിടെ. ഞാൻ നെഗറ്റീവ് വൈബ് എന്ന് പറഞ്ഞത് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നവരെന്നെ ക്ഷമിക്കണം. കാര്യം എനിക്ക് ഉള്ള കാര്യം ഉള്ളതുപോലെ പറയണുള്ളൂ. നമ്മുടെ എല്ലാം ഭക്തി സനാതന മാർഗ്ഗമാണ്. നമുക്കിങ്ങനെ ഒരു ജീവിയെ അറുത്ത് കൊന്നുകൊണ്ടൊന്നും ഒരു ഭക്തിയിൽ ഒരു സായുജ്യമൊന്നും നേടാൻ കഴിയില്ല. ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ഷെഡിലാണ് കേട്ടോ മൃഗബലി എല്ലാം നടക്കുന്നത്. ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഇതാണ് ക്ഷേത്രം. ക്ഷേത്രത്തിൻ്റെ ആ ഭാഗത്തൊക്കെ ഭയങ്കര പോസിറ്റീവ് എനർജിയാണ് കേട്ടോ. ഒന്നും പറയാനില്ല. ഞാൻ പറയുന്നത് ആ റൈറ്റ് സൈഡിൽ കാണുന്ന ആ ഷെഡിൻ്റെ ഭാഗത്തെല്ലാം അത്യാവശ്യം ഒരു നെഗറ്റീവ് എനർജി ഉണ്ട്. കാര്യം അവിടെ ഈ ബ്ലഡും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ നമുക്കത് കാണുമ്പോൾ തന്നെ നമുക്കൊരു വിഷമമാവും. പക്ഷേ ക്ഷേത്രത്തിൻ്റെ ഭാഗത്ത് അങ്ങനെയൊന്നുമല്ല. നല്ല പോസിറ്റീവ് എനർജിയാണ് ഈ ഭാഗത്ത്. ഒരു പ്രത്യേക വൈബാണ് കേട്ടോ ഈ ഭാഗത്ത് നിൽക്കുമ്പോൾ തന്നെ. ഈ സംഭവം നമുക്ക് വിടാം. മൃഗബലിയുടെ കാര്യം നമുക്ക് വിടാം. അതൊഴിച്ച് നിർത്തിയാൽ ബാക്കിയെല്ലാം ഒരു പ്രത്യേക വൈബാണ്. നല്ല ഭക്തിമയമാണ് ഇവിടെ. ഇവിടെ ഇങ്ങനെ ഇരിക്കാം. നമുക്ക് വൈകുന്നേരങ്ങളിലൊക്കെ ഇങ്ങനെ ഇരുന്ന് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യാം. നമുക്ക് സമയമില്ല. അതാണ് നമ്മുടെ പ്രധാന ഒരു പ്രശ്നം. അല്ലെങ്കിൽ നമ്മൾ കുറച്ച് നേരം ഇവിടെ ഇരുന്നേനെ. അങ്ങനെ ക്ഷേത്രം ചുറ്റി വരുമ്പോൾ ഈ ഭാഗങ്ങളെല്ലാം പുഷ്പങ്ങൾ കൊണ്ട് ഇങ്ങനെ അലങ്കരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഭാഗത്താക്കിയിട്ട് ധാരാളം മണികളിങ്ങനെ തൂക്കിയിട്ടുണ്ട്. അപ്പോൾ മണിനാദങ്ങൾ കാറ്റത്ത് ഇങ്ങനെ അടിച്ച് നമുക്ക് കേൾക്കാൻ കഴിയും. അപ്പോൾ ഇതാണ് കേട്ടോ ക്ഷേത്രത്തിൻ്റെ ഒരു ഫുൾ വ്യൂ. അപ്പോൾ നമ്മൾ നേരെ ഇവിടെ നിന്ന് പോകുന്നത് ക്ഷേത്രക്കുളത്തിലേക്കാണ്. ഇത് കണ്ടില്ലേ, കുറേ കുഞ്ഞ് ആടുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിനെല്ലാം ഈ ബലിക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ മാഷ് ഇവിടെ വിശ്രമിക്കുമായിരുന്നു. കുറച്ച് നേരമായി ഞങ്ങൾ നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് മാഷ് കുറച്ച് നേരം ഇവിടെ ഇരുന്നു. അപ്പോൾ ഞങ്ങളങ്ങനെ കുളത്തിൻ്റെ ഭാഗത്തേക്ക് എത്തി കേട്ടോ. കുളം എന്ന് പറയുന്നത് വാട്ടർ ഫൗണ്ടനൊക്കെ വെച്ച് നല്ല രസമാണ്. ഇതൊരു ക്ഷേത്രക്കുളമാണ്. അപ്പോൾ ഇവിടെ ഒരുപാട് സ്വാമിമാരിങ്ങനെ കുളിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇതേ മഴവില്ലൊക്കെ കാണാം കേട്ടോ. നല്ല രസമുണ്ട്. മഴവില്ലൊക്കെ കണ്ട് നല്ലൊരു പ്രത്യേക ആംബിയൻസ് ആണ് ഇവിടെ. അപ്പോൾ നമ്മൾ കുളിക്കുന്നൊന്നുമില്ല, ജസ്റ്റ് കാലൊക്കെ ഒന്ന് കഴുകി. അപ്പോൾ ഇവിടെ സ്വാമിമാരൊക്കെ ഇങ്ങനെ കുളിക്കാൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിവിടെ നേരെ ഇന്ന് നടന്ന് മുകളിലേക്ക് പോവാണ്.
ഞങ്ങളങ്ങനെ തൊഴുതെല്ലാം കഴിഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങുവാണ് കേട്ടോ. അപ്പോൾ ഇനി എന്തെങ്കിലും ഇവിടെ വരാമെന്ന പ്രതീക്ഷയോടുകൂടി നമ്മൾ ഇറങ്ങുവാണ്. ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്ന് വെച്ചാൽ നമുക്ക് ബ്രഹ്മപുത്ര റിവർ ക്രോസിംഗ് റോപ്പ് വേയിലൂടെ പോകണം. അപ്പോൾ അതിന് ടിക്കറ്റ് എടുക്കണം. അപ്പോൾ നേരെ അങ്ങോട്ടാണ് ഇനിയിപ്പോൾ നമ്മളിവിടെ നിന്ന് പോകുന്നത്. നമ്മളങ്ങനെ ബ്രഹ്മപുത്ര നദിയുടെ മുകളിലൂടെ യാത്ര ചെയ്യാനുള്ള ആ റോപ്പ് വേ അന്വേഷിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ബ്രഹ്മപുത്ര നദിയുടെ വടക്കും തെക്കും തീരങ്ങളെ ബന്ധിപ്പിക്കുന്ന രാജ്യത്തിലെ ഏറ്റവും നീളം കൂടിയ നദീ റോപ്പ് വേ ആണ് കേട്ടോ ഇത്. രാജ്യത്തിലെ തന്നെ നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റിവർ റോപ്പ് വേണിത്. ഇത്രയും ആഴമുള്ള ബ്രഹ്മപുത്ര നദിയുടെ അടിത്തട്ടിൽ 2 ടവറുകൾ നിർമ്മിക്കുന്നത് ഇത് ആദ്യമായതിനാൽ 2 കിലോമീറ്റർ നീളമുള്ള ഈ റോപ്പ് വേ ഒരു എഞ്ചിനീയറിംഗ് വിസ്മയമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഈ കാണുന്നത് ഇവിടുത്തെ പുതിയ പാലമാണ് കേട്ടോ ഈ പണി നടന്നുകൊണ്ടിരിക്കുന്നത്. ബ്രഹ്മപുത്ര നദിക്ക് കുറുകെയുള്ള ഈ റോപ്പ് വേ ആസാം ആരോഗ്യ വകുപ്പ് മന്ത്രി ഹിമന്ത ബിശ്വാസും അതുപോലെ തന്നെ ഗുവാഹട്ടി വികസന വകുപ്പ് മന്ത്രി സിദ്ധാർത്ഥ് ഭട്ടാചാര്യയും ചേർന്നാണ് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത്. പ്രധാന നദിയിലെ തെക്കേക്കരയിൽ സ്ഥിതി ചെയ്യുന്ന കചാരി ഘട്ടിനെയും ഗുവാഹട്ടിയിലെ വടക്കൻ ഭാഗവുമായി ബന്ധിപ്പിക്കുന്നതാണ് ഈ റോപ്പ് വേ. ഏകദേശം 2 കിലോമീറ്ററോളം ദൂരം റോപ്പ് വേ സഞ്ചരിക്കും. ഇത് യാത്രാ സമയം 8 മിനിറ്റോളം കുറയ്ക്കുകയും ചെയ്യും. അങ്ങനെ ഞങ്ങൾ റോപ്പ് വേയുടെ ആ സ്റ്റേഷനിലെത്തി കേട്ടോ. അത്യാവശ്യം നല്ല വെയിലാണ് ഇവിടെ. വണ്ടി പാർക്ക് ചെയ്തു. അപ്പോൾ ഇതാണ് കേട്ടോ റോപ്പ് വേ സ്റ്റേഷൻ. ഇവിടെയൊക്കെ ആൾക്കാർ ഭയങ്കര കുറവാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ഗായകൻ മരിച്ചതുകൊണ്ട് ഇവിടെ ഭയങ്കര സ്ട്രൈക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ ഭാഗത്തൊന്നും ആരുമില്ല. അപ്പോൾ ഇത് ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രോപ്പർട്ടി ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇത് മാത്രം ഓപ്പൺ. ബാക്കി ഓൾമോസ്റ്റ് എല്ലാം അടച്ചിരിക്കുകയാണ്. അമ്പലം ഓപ്പണാണ്, ബാക്കിയെല്ലാം അടച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് കേട്ടോ റോപ്പ് വേ ടെർമിനൽ. നല്ല ഭീകരത്വം തോന്നിക്കുന്ന ഒരു ടെർമിനലാണത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ ആവശ്യമുള്ളവർക്ക് പോസ് ചെയ്ത് വായിക്കാം. ഇനി ഇവിടെ പോകാൻ പ്ലാൻ ഉള്ളവർക്ക് ഇത് പോസ് ചെയ്ത് വായിക്കാം. അപ്പോൾ ഒരാൾക്ക് 1 സൈഡ് 100 രൂപയാണ് കേട്ടോ ചിലവ്. അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി പോയി വരാൻ 200 രൂപ. ഇപ്പോൾ ഒരാൾക്ക് അങ്ങോട്ട് പോയിട്ട് തിരിച്ച് വേണമെങ്കിൽ ബോട്ടിന് വരാം. അങ്ങനെയാണെങ്കിൽ 1 സൈഡ് ടിക്കറ്റ് എടുത്താൽ മതി. അങ്ങനെ കുറേ പ്ലാനുകളുണ്ട്. അപ്പോൾ ഇന്ന് ഹർത്താലായതുകൊണ്ട് നമുക്ക് ഈ തിരിച്ച് ബോട്ടിന് വരലും കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാലും പ്രത്യേകിച്ച് കാണാനൊന്നും ഉണ്ടാവില്ല. ഈ റോപ്പ് വേ ജസ്റ്റ് എൻജോയ് ചെയ്യാം. ആ ഒരു പ്ലാൻ മാത്രമേ നടക്കുകയുള്ളൂ. അപ്പോൾ ഞങ്ങൾ ടിക്കറ്റ് എടുത്തു. അപ്പോൾ പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ. സീനിയർ സിറ്റിസന് 60 രൂപയുള്ളൂ. അപ്പോൾ സീനിയർ സിറ്റിസനാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി 120 രൂപയുള്ളൂ. അല്ലാതെ നമുക്ക് 200 രൂപയും അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി. 1 സൈഡ് ആണെങ്കിൽ 100 രൂപ, സീനിയർ സിറ്റിസൺ 1 സൈഡ് ആണെങ്കിൽ 60 രൂപ. അപ്പോൾ ഇതാണ് കേട്ടോ ആ ഭീമാകാരനായ റോപ്പ് വേ. അപ്പോൾ ഞാനിവിടെ നോക്കി നിൽക്കുവാണ്. ടിക്കറ്റൊക്കെ എടുത്ത് ഞങ്ങളിവിടെ വെയിറ്റിംഗ് ഷെഡിൽ വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ അതേ സംഭവം എത്താറായി. ആ സംഭവം എത്തി. നമ്മളിപ്പോൾ കയറുവാണ്. അപ്പോൾ ടിക്കറ്റ് ഇവിടെ സ്കാൻ ചെയ്തിട്ട് വേണം കയറാൻ വേണ്ടി. പ്രത്യേകിച്ച് ഇവിടെ ഇരിക്കാനങ്ങനെ സീറ്റും കാര്യങ്ങളൊന്നും ഇല്ല ഇതിനകത്ത്. ജസ്റ്റ് നിന്നേ നമുക്ക് കാണാൻ കഴിയുള്ളൂ. ഒരു ബസ് പോലെയാണ്. അപ്പോൾ നമ്മളതിൻ്റെ അകത്തേക്ക് പ്രവേശിക്കുകയാണ്. എല്ലാ സൈഡിലും ചില്ലുകളാണ്. AC കാര്യങ്ങളൊന്നും ഇല്ല. അത്യാവശ്യം നല്ല ചൂടുണ്ട്. അപ്പോൾ അതൊക്കെ അറിഞ്ഞിട്ട് വേണം നിങ്ങൾ കയറാൻ. എന്നാലും ഒരു നല്ലൊരു അനുഭവമായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. അപ്പോൾ സംഭവം എടുക്കുവാണ്. റോപ്പ് വേ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ നമ്മൾ ബ്രഹ്മപുത്ര നദിയുടെ മുകളിലൂടെ യാത്ര ചെയ്യാൻ പോവുകയാണ്. സാധാരണ ഇതിനകത്ത് നല്ല തിരക്കായിരിക്കും. ഇന്ന് ഹർത്താലായതുകൊണ്ട് ഇവിടെ വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഇതിനകത്ത് ഇപ്പോൾ യാത്ര ചെയ്യുന്നുള്ളൂ. അങ്ങനെ നമ്മുടെ റോപ്പ് വേ ഇപ്പോൾ എടുത്തു തുടങ്ങി. എനിക്ക് കാര്യമായിട്ട് അങ്ങനെ ഒരു പേടിയൊന്നും തോന്നുന്നില്ല കേട്ടോ. ഞാൻ ഈ മലമ്പുഴയിൽ ഇതുപോലെ ഒരു റോപ്പ് വേ ഉണ്ട്. അതിനകത്ത് കുറച്ച് പേടിയൊക്കെ തോന്നാറുണ്ട്. അത് വളരെ ചെറുതാണ്, കുറച്ചുകൂടി ഓപ്പണാണ്. പക്ഷേ ഇതൊരു വലിയ റോപ്പ് വേ ആണ്. അതുപോലെ തന്നെ കുറേ ആളുകളുണ്ടല്ലോ. അപ്പോൾ നമുക്കതുകൊണ്ട് അങ്ങനെ ഒരു പേടിയും കാര്യങ്ങളൊന്നും തോന്നുന്നില്ല. നല്ല ഹൈറ്റിലൂടെയാണ് പോകുന്നതെങ്കിലും ബ്രഹ്മപുത്ര നദിയുടെ ഒരു ഫുൾ വ്യൂ ആണ് കേട്ടോ നമ്മളിനി അങ്ങനെ ഇങ്ങോട്ട് കാണാൻ പോകുന്നത്. ഇതുവരെ വടക്കൻ ഗുവാഹട്ടിയിൽ നിന്നുള്ള ആൾക്കാർ പ്രധാന നഗരത്തിലേക്ക് വന്നിരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ബോട്ടുകൾ, ഫെറികൾ അല്ലെങ്കിൽ റോഡ് മാർഗമാണ് യാത്ര ചെയ്തിരുന്നത്. ഇതിൽ ഏകദേശം 45 മിനിറ്റ് മുതൽ 1 മണിക്കൂർ വരെയൊക്കെ എടുക്കുമായിരുന്നു. ഈ ഒരു കേബിൾ കാർ വന്നതിന് ശേഷം സമയം നല്ല രീതിയിൽ ലാഭിക്കാൻ കഴിഞ്ഞു. ഇത് സ്വിറ്റ്സർലാൻഡിൽ നിർമ്മിച്ചതാണ് കേട്ടോ. സ്വിറ്റ്സർലാൻഡിൽ നിർമ്മിച്ച ഈ കേബിൾ കാർ ക്യാബ് എന്നാണ് ഇതിന് പറയുന്നത്. ഈ കേബിൾ കാർ ക്യാബിന് 30 യാത്രക്കാരെയും ഒരു ഓപ്പറേറ്ററെയും വഹിക്കാൻ കഴിയുമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ 2 കിലോമീറ്റർ ദൈർഘ്യമുള്ള ബൈക്ക് കേബിൾ ജിഗ് ബാക്ക് റോപ്പ് വേ ഉമാനന്ദ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന പീക്കോക്ക് ദ്വീപിൻ്റെ മുകളിലൂടെ കടന്നു പോകും. ഞങ്ങൾ വന്നപ്പോൾ ഞങ്ങൾ ആദ്യം പ്ലാൻ ചെയ്ത് ഉമാനന്ദ ക്ഷേത്രത്തിൽ കൂടി പോകണം എന്നാണ്. അതുപോലെ തന്നെ ഫേമസ് ആയൊരു മറ്റൊരു ക്ഷേത്രമാണ്. പക്ഷേ നമുക്ക് ഈ റോപ്പ് വേയിൽ പോകുന്നതുകൊണ്ട് നമുക്ക് പോണ വഴിക്ക് അത് കാണാൻ കഴിയും. അത് സ്ഥിതി ചെയ്യുന്ന പീക്കോക്ക് ദ്വീപിൻ്റെ മുകളിലൂടെ ഇത് കടന്നു പോകും. അപ്പോൾ ഞാൻ പോകുമ്പോൾ കാണിച്ചു തരാം. ഇതാണ് ഉമാനന്ദ ക്ഷേത്രം. നമ്മളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന പീക്കോക്ക് ദ്വീപിൻ്റെ മുകളിലൂടെയാണ്. അപ്പോൾ നമുക്ക് നല്ല വ്യക്തമായി തന്നെ അമ്പലം ഇവിടുന്ന് കാണാൻ പറ്റും. അപ്പോൾ അമ്പലത്തിൽ ബോട്ടിന് വരാൻ സാധിക്കാത്തവർക്ക് ഇങ്ങനെ വന്നാൽ മുകളിലൂടെ ഉള്ളൊരു ഏരിയൽ വ്യൂ അമ്പലത്തിൻ്റെ കാണാൻ പറ്റും.
അതുപോലെ തന്നെ ബ്രഹ്മപുത്ര നദിക്കരയിലൂടെയുള്ള യാത്രയിൽ കാമാഖ്യ ക്ഷേത്രവും സരാഘട്ട് പാലവും സ്ഥിതി ചെയ്യുന്ന നമ്മുടെ നീലാചൽ കുന്നുകളില്ലേ, ആ കുന്നുകളുടെ ഒരു വ്യൂ ഈ റോപ്പ് വേയിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയും. ഞങ്ങളങ്ങനെ അപ്പുറത്ത് ഇറങ്ങിട്ടോ. ഇനിയിപ്പോൾ ഇവിടെ എന്താണ് കാണാനുള്ളതെന്ന് നോക്കണം. അവിടെ നമ്മളോട് പറഞ്ഞതെന്ന് വെച്ചാൽ ഹർത്താലായതുകൊണ്ട് ഇവിടെ കാര്യമായിട്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല, നമുക്ക് പുറത്തിറങ്ങാൻ കഴിയില്ല എന്നാണ് പറഞ്ഞത്. പുറത്ത് പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഇവിടം വരെ ഒന്ന് പോയിട്ട് അവിടുത്തെ വെയിറ്റിംഗ് ഷെഡിലൊക്കെ ഇരുന്നിട്ട് തിരിച്ച് വരേണ്ടി വരും, അല്ലാതെ ഇന്ന് വേറെ ഓപ്ഷൻസ് ഒന്നുമില്ല. അപ്പോൾ ഇതാണ് കേട്ടോ റോപ്പ് വേയുടെ മെഷീനറിയും കാര്യങ്ങളെല്ലാം. അപ്പോൾ നമ്മൾ ഇപ്പുറത്തു നിന്നുള്ളൊരു വ്യൂ ആണ് ഈ കാണുന്നത്. ഇപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് കടകളൊന്നും ഓപ്പൺ അല്ല, ഹർത്താലായതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല, നമുക്കൊന്നും ചെയ്യാനുമില്ല. അപ്പോൾ നമ്മൾ ഇവിടെ ജസ്റ്റ് ഒന്ന് ഇരുന്നിട്ട് അടുത്ത റോപ്പ് വേയിൽ കയറിയിട്ട് നമ്മൾ തിരിച്ച് പ്രധാന നഗരത്തിലേക്ക് തന്നെ തിരിച്ച് പോകാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ 2 സൈഡത്തേക്കും ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടിക്കറ്റ് ഇവിടെ സ്കാൻ ചെയ്യണം. അപ്പോൾ സ്കാൻ ചെയ്തിട്ട് നമ്മൾ പിന്നെയും റോപ്പ് വേയിൽ കയറി അങ്ങോട്ട് പോകാൻ പോവാണ്. സെയിം കാഴ്ചയായതുകൊണ്ട് അങ്ങോട്ടുള്ള വ്യൂ നമ്മൾ എടുക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ, ഇത് ഈ കാണുന്നത് കണ്ടില്ല, ഇങ്ങനെ ഹാങ് ചെയ്തിട്ടാണ് പോകുന്നത്. ഇതിൽ കിടന്ന് റോൾ ചെയ്തിട്ടാണ് ഈ ബസ് മൂവ് ആവുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും അപ്പുറത്ത് ചെല്ലട്ടെ. ഇതാണ് കേട്ടോ ഞാനന്ന് നേരത്തെ പറഞ്ഞ ഗായകൻ, ഇദ്ദേഹമാണ് മരണപ്പെട്ടത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു ഫോട്ടോ ഇവിടെ വെച്ചിട്ട് വിളക്കൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ നീണ്ട 20 കിലോമീറ്റർ യാത്രയ്ക്ക് ശേഷം ദേവി സാർ നമ്മളെ ആസാം ഗുവാഹട്ടി എയർപോർട്ടിൽ എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ ഗുവാഹട്ടി എയർപോർട്ട്. നമ്മളൊരു 2 ദിവസം മുമ്പ് ഇവിടെ തന്നെയാണ് വന്ന് ഇറങ്ങിയത്. അന്ന് രാത്രിയായിരുന്നു, അങ്ങനെ പ്രത്യേകിച്ച് കാണാൻ കഴിഞ്ഞില്ല. അത്ര വലിയ എയർപോർട്ടൊന്നും പറയാനില്ല കേട്ടോ. നമ്മൾ ഈ ഹൈദരാബാദും ചെന്നൈയും കൊച്ചി എയർപോർട്ടൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വളരെ ചെറിയ എയർപോർട്ടാണ്. നല്ല റഷാണ് കേട്ടോ, ഇവിടെ ഇരിക്കാൻ കൂടി സീറ്റില്ല. കഷ്ടപ്പെട്ടാണ് ഒരു സീറ്റ് അറേഞ്ച് ചെയ്ത് ഇവിടെ ഇരിക്കുന്നത്. നല്ല റഷാണ്, ഒരുപാട് ഫ്ലൈറ്റുകൾ വരുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ എനിക്കൊരു നമ്മുടെ ഒരു ബസ് സ്റ്റാൻഡിൻ്റെയൊക്കെ ഫീലാണ്. കാര്യം ഫ്ലൈറ്റുകൾ വരുന്നു, ആൾക്കാർ ഓടിക്കയറുന്നു, പോകുന്നു, അങ്ങനെ ക്യൂ നിൽക്കുന്നു, അങ്ങനെ മൊത്തം ബഹളമയമാണ് കേട്ടോ. നമ്മുടെ നാട്ടിലെ ഒരു ബസ് സ്റ്റാൻഡിൻ്റെയൊക്കെ ഒരു ഫീലാണ് വരുന്നത്. പക്ഷെ എന്നാലും സംഭവങ്ങളൊക്കെ ഭയങ്കര വിലയാണ് കേട്ടോ. ഒരു ചായക്ക് 300 രൂപയും അതുപോലെ തന്നെ ഒരു മസാല ദോശയ്ക്ക് 650 രൂപയൊക്കെയാണ്. അതിനൊന്നും ഒരു കുറവൊന്നുമില്ല. അതൊക്കെ സാധാരണ നമ്മുടെ ചെന്നൈ കൊച്ചി എയർപോർട്ടിൻ്റെയൊക്കെ റേറ്റ് തന്നെയാണ്. അപ്പോൾ ഞങ്ങളങ്ങനെ ഇൻഡിഗോയുടെ ബസ്സിൽ നമ്മുടെ ഫ്ലൈറ്റിലേക്ക് പോവുകയാണ്. ഞങ്ങൾ ഇവിടുന്ന് ചെന്നൈക്കാണ് കേട്ടോ പോകുന്നത്. ഡയറക്റ്റ് ഗുവാഹട്ടിയിൽ നിന്ന് കൊച്ചിക്ക് ഫ്ലൈറ്റില്ല, ഞങ്ങളിവിടുന്ന് ചെന്നൈക്കാണ് പോകുന്നത്. ചെന്നൈയിൽ നിന്നൊരു 1 മണിക്കൂർ ശേഷം നമ്മൾ അവിടുന്ന് കൊച്ചിക്ക് വേറെ ഫ്ലൈറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്, കണക്ഷൻ ഫ്ലൈറ്റാണ്. അങ്ങനെ ഫ്ലൈറ്റിലേക്ക് കയറുവാണ് കേട്ടോ. ഫ്ലൈറ്റ് അപ്പോൾ കൂൾ ചെയ്ത് ഇങ്ങനെ പുകച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കൂളിങ്ങിൻ്റെ ഒരു പുകയാണ്. ഇൻഡിഗോയിൽ സാധാരണ എപ്പോഴും കാണുന്നതാണ് സംഭവം. ഫുള്ള് നമ്മൾ വീഡിയോയിൽ കാണുമ്പോൾ എന്തോ പുക പിടിച്ച് കത്ത് പിടിച്ച പോലെയൊക്കെയാണ് തോന്നുന്നത്. സംഭവം കൂൾ ചെയ്യുന്നതാണ് കേട്ടോ. ആ കൂളിങ്ങിൻ്റെ ഒരു പുകയാണ് ഈ കാണുന്നത്. അപ്പോൾ അത്യാവശ്യം ഫുള്ള് കൂളിംഗ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു 10-15 മിനിറ്റിനുള്ളിൽ ഫ്ലൈറ്റ് എടുക്കും നേരെ ചെന്നൈക്ക്. ഇവിടുന്ന് 3 മണിക്കൂറോളം നമുക്ക് പറക്കണം ചെന്നൈ എയർപോർട്ടിലെത്താൻ വേണ്ടി.
അങ്ങനെ ഞങ്ങൾ ചെന്നൈ എയർപോർട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല രസമാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ രാത്രി ടൈമിൽ ചെന്നൈ എയർപോർട്ട്, ചെന്നൈ ഭാഗത്ത് എത്തുമ്പോഴത്തേക്കും നല്ല രസമാണ്. ഫുള്ള് ലൈറ്റുകളൊക്കെ മിന്നി. ഈ ഒരു അനുഭവം എനിക്ക് നമ്മുടെ ഈ ചെന്നൈ എയർപോർട്ടിലാണ് കിട്ടിയിട്ടില്ല കേട്ടോ ഇതിനു മുമ്പും. ബാക്കി രാത്രിയൊന്നും ഇത്രയും ലൈറ്റുകളൊന്നും വേറൊരു സ്ഥലത്തൊന്നും ഞാൻ കണ്ടിട്ടില്ല. എനിക്കറിയാത്തതുകൊണ്ടാവാം ഒരു പക്ഷേ. നമ്മളങ്ങനെ ചെന്നൈയിൽ ലാൻഡ് ചെയ്തു കേട്ടോ. അപ്പോൾ നമ്മുടെ കൊച്ചിയിലേക്കുള്ള ഫ്ലൈറ്റ് പിന്നെയും ഡിലേ ആണ്. ഇവിടെ നിന്ന് ഇനി 1.5 മണിക്കൂർ പിന്നെയും ഡിലേ ആണ് ഫ്ലൈറ്റ്. അപ്പോൾ എന്തായാലും പുറത്തൊന്നും ഇറങ്ങുന്നില്ല. അപ്പോൾ ഇവിടെ നിന്ന് ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇവിടെയും ചെക്ക് ഇൻ ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഫോർമാലിറ്റീസൊക്കെ കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഗുവാഹട്ടി എയർപോർട്ടും ചെന്നൈ എയർപോർട്ടും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ആനയും ആടും പോലെയാണ് കേട്ടോ. ചെന്നൈ എയർപോർട്ട് ഭയങ്കര ഫെസിലിറ്റിയും അതുപോലെ ഭയങ്കര വലിയ എയർപോർട്ടാണ്. എന്തായാലും പെട്ടെന്ന് ചെക്ക് ഇൻ ചെയ്യട്ടെ, സമയം കളയണ്ട. ചെന്നൈ എയർപോർട്ടിൽ ഇതുപോലെ നടരാജൻ്റെ ഒരു വലിയൊരു വിഗ്രഹം വെച്ചിട്ടുണ്ട് കേട്ടോ. ഡൊമസ്റ്റിക്കിലാണ്, ഇൻ്റർനാഷണൽ എനിക്കറിയില്ല, ഞാൻ പോയിട്ടില്ല. അങ്ങനെ നമ്മൾ ചെന്നൈയിൽ നിന്ന് നേരെ പറന്ന് കൊച്ചിയിലേക്ക് പോവാണ്. അപ്പോൾ കൊച്ചിയിലെത്തി. അപ്പോൾ ചെന്നൈയിലെ വീഡിയോസൊന്നും നമ്മൾ എടുത്തില്ല. കാര്യം കുറച്ച് ദിവസമായിട്ട് ഈ ഫ്ലൈറ്റിൻ്റെ വീഡിയോസ് തന്നെ ആയതുകൊണ്ട് എനിക്ക് തന്നെ ബോറടിക്കുന്നു. അതുകൊണ്ട് അത് എടുത്തില്ല. ഞങ്ങളങ്ങനെ കൊച്ചിയിലെത്തി. നമ്മുടെ സ്വന്തം കൊച്ചി എയർപോർട്ടിലാണിപ്പോൾ. അപ്പോൾ ഇവിടുന്ന് ഇൻഡിഗോയുടെ ബസ്സിൽ കയറിയിട്ട് പുറത്തേക്ക് പോട്ടെ. പുറത്ത് അച്ഛൻ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അച്ഛനും അമ്മയും വെയിറ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ നോർത്ത് ഈസ്റ്റ് പ്രോഗ്രാമിൻ്റെ സീസൺ ഇവിടെ അവസാനിക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് നാട്ടിലെ കുറച്ച് പ്രോഗ്രാംസൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോയുമായി മറ്റൊരു ഫ്രൈഡേ 4 മണിക്ക് കാണാം. അതുവരേക്കും ട്രാവൽ ആൻഡ് ആർട്ട് സൈനിങ് ഓഫ്. നിങ്ങളുടെ സ്വന്തം അരുൺ.